ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. നമ്മൾ ഇതിൽ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, ഔട്ട്കം എന്താണ്, അതൊക്കെയാണ് നോക്കാൻ പോണത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ബാധിക്കില്ല. അപ്പോൾ മെസ്സേജസ് റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു റീഡിംഗ് ബുക്ക് ചെയ്യണം, കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം, മെമ്പറായി ജോയിൻ ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാണ്ട് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണേ നിങ്ങൾക്കെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ് എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി ഏരീസിൻ്റെ ഓവറോൾ എനർജി ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? പേഴ്സൻ്റെ ഓവറോൾ എനർജി പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. ഇപ്പോൾ എന്താണ് പാസ്റ്റിൽ ഉണ്ടായേ നിങ്ങളുടെ ഇടയ്ക്ക്? പാസ്റ്റിൽ 5 ഓഫ് wands. കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ ഈ പേഴ്സണിന് വേണ്ടി 9 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടി ഏസ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ എന്താണ്? ഇൻറ്റൻഷൻ ഇവിടെ ഡെവിൾ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എംപ്രസ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്താണ്? ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് നൈറ്റ് ഓഫ് wands ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ സൺ. അപ്പോൾ ഏരീസ്, ഇതാണ് നിങ്ങളുടെ ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ. അപ്പോൾ ഏരീസ്, ഞാനിവിടെ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾക്കൊരു സ്റ്റേബിൾ ബിഗിനിങ് വേണം. ഇവിടെ ഞാൻ കാണുന്നത് ഒരു സീരിയസ് റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഇതാണ് പറഞ്ഞാൽ, നിങ്ങളുടെ എനർജിയിൽ ഞാൻ ഇതാണ് കാണുന്നത്. വരാൻ പോണത് ഒരു പുതിയ തുടക്കം, ഒരു പുതിയ സ്റ്റേബിൾ റിലേഷൻഷിപ്പ്. ഇത് ഒരു എക്സിസ്റ്റിംഗ് ഇല്ല റിലേഷൻഷിപ്പിൽ തന്നെ ഒരു പുതിയ തുടക്കമാവാം. എന്ന് വെച്ചാൽ ഒരു സെപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം തിരിച്ച് റീകണക്ട് ചെയ്യണു, അങ്ങനെയും ആവാം. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നും ഞാൻ അത് തന്നെയാണ് കാണുന്നത്. അവരെന്തോ ഒരു ഓഫർ കൊണ്ടുവരണു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഈ പുതിയ തുടക്കം എന്താണ്? 8 ഓഫ് wands. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് മുമ്പോട്ടേക്ക് പോണ എനർജിയാണ്, കമ്മ്യൂണിക്കേഷൻ്റെ എനർജി നിങ്ങളുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകാൻ റെഡി ആയിരിക്കണം. പറഞ്ഞാൽ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ റെഡിയാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ ഒരു സീരിയസ് കമ്മിറ്റ്മെൻറ്റ് ലെവലിൽ കൊണ്ടുപോകാൻ. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇവരുടെ എനർജിയിൽ ലവേഴ്സ്. അപ്പോൾ ഇവർ നിങ്ങളൊരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവരുടെ ലൈഫിലൊരു ചോയ്സ് ഉണ്ടായിരുന്നു. ഇവരുടെ ലൈഫിൽ നിങ്ങളല്ലാണ്ട് വേറെ ഒരു ചോയ്സ്, വേറെ ഒരു പേഴ്സണും ഉണ്ടാവാം. അവർക്കൊരു ചോയ്സ് എടുക്കേണ്ടി വന്നു, നിങ്ങളും ആ മറ്റേ പേഴ്സൻ്റെ ഇടയ്ക്ക്. ഇപ്പോൾ രണ്ടാൾക്കാരില്ല വെച്ചാൽ ഇവർക്ക് ഒരു ചോയ്സ് എടുക്കേണ്ടി വന്നു, ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകണോ വേണ്ടേന്ന്. അവർ ഫൈനലി നിങ്ങളെയാണ് ചൂസ് ചെയ്യണത്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ എന്തോ ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും. എന്താ വെച്ചാൽ ഈ എനർജി ഇപ്പോൾ കുറേ ഒരു ആക്റ്റീവ് എനർജിയാണ്. അത്ര സമയം എടുക്കാൻ പോണില്ല. ഇപ്പോൾ ഈ സിറ്റുവേഷനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി വരും, ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവും. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ അതല്ല ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. ഹൈറോഫാണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ ഹൈറോഫാണ്ട് ടോറസ് എനർജിയാണ്. ഇതൊരു ഡിവൈൻ ഡെസ്റ്റിനി എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യണതും ഇല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കണതും ഒരു വെരി ഡെസ്റ്റിൻഡ് മാതിരിയാണ് എനർജി ഞാൻ കാണുന്നത്. സ്ട്രെങ്ത് എനർജീൻ്റെ ഇവിടെ കുറേ ഒരു ചാലഞ്ചസിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു മാരേജിൻ്റെ എനർജിയും ആവാം. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളും മാരീഡ് ആണ്. ഈ മാരേജിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു.
പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ ചാലഞ്ചസിനെ ഓവർകം ചെയ്യണോ? അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് പാസ്റ്റിലും നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് ഒരു വഴക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു, ഇല്ല വെച്ചാൽ വേറെ ഏതോ ഒരു ഇഷ്യൂ കാരണം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ഒരു വഴക്കുണ്ടായി. ഈ വഴക്കുണ്ടാവണ കാരണം എന്താണ്? 5 of Wands. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു തേർഡ് പാർട്ടി ആവാം. നിങ്ങൾക്ക് എന്തോ മനസ്സിലായി, പറഞ്ഞാൽ നിങ്ങൾ എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്തു, അതല്ല വെച്ചാൽ ഈ പേഴ്സൺ എന്തോ കേട്ടു, അപ്പം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി, ഇല്ല വെച്ചാൽ എന്തോ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടി ഈ പേഴ്സണെ കുറിച്ച്. ഞാൻ പറഞ്ഞ മാതിരി ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ആണ് ഇവിടെ. ഒരു തേർഡ് പാർട്ടി നിങ്ങളോട് എന്തോ പറഞ്ഞു, അതല്ല വെച്ചാൽ ഇവരോട് എന്തോ പറഞ്ഞു, അങ്ങനെയും ആവാം. ഓക്കെ, അപ്പോൾ എന്തായാലും എന്തോ ഒരു വഴക്കുണ്ടായി. പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും തിരിച്ച് റീയൂണൈറ്റ് ചെയ്യാൻ പോണു. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ എന്താ വെച്ചാൽ, നിങ്ങൾ ആദ്യം റീകണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയണ രീതി കുറച്ചൊരു ഹാർഷ് ആവാം. ഓക്കെ, നിങ്ങൾ രണ്ടാളുടെ ഇപ്പോഴും ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. എന്താ വെച്ചാൽ കോൺഫ്ലിക്റ്റ് ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ആ ഇഷ്യൂസൊക്കെ സോൾവ് ആയിട്ടില്ല. നിങ്ങൾ റീകണക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ സംസാരിക്കണതും എല്ലാം പറയണതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം സംസാരിക്കുക. ആദ്യം എന്തെങ്കിലും ഒന്നും പറഞ്ഞാൽ ആലോചിക്കാണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ആ സിറ്റുവേഷൻ കൂടുതൽ പ്രോബ്ലം ആവും ആ സിറ്റുവേഷനിൽ. അപ്പം ഞാൻ കാണുന്നത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 9 of Pentacles ആണ്. ഇവിടെ ഞാനൊരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഫീലിംഗ് എന്താ പറയണത് വെച്ചാൽ, ഈ പേഴ്സൺ ഇപ്പോൾ സിംഗിൾ ആണ്, അവർക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫാണ് അവർ ജീവിക്കണത്. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു എഫേർട്ട് ഇടണ എനർജി ഒന്നും നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ആണ് ഒരു ഫീലിംഗ് പറയണം. അത് ഈ പേഴ്സണെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് ആവശ്യമില്ല, അവർ തന്നിച്ച് തന്നെ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 7 of Swords, നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ മുകളിൽ ട്രസ്റ്റ് ഇല്ല. ഓക്കെ, എവിടെയോ ഒരു ട്രസ്റ്റിൻ്റെ കുറവുണ്ട്. ഈ പേഴ്സൺ എന്തോ നിങ്ങളോട് പറയാണ്ട് എന്തോ ചെയ്യണോ, വേറെ ആൾക്കാരുടെ കൂടെ സംസാരിക്കുന്നുണ്ട്, വേറെ അഫെയർ ഉണ്ട്, അങ്ങനെ എന്തോ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഈ പേഴ്സൺ കാര്യങ്ങൾ തുറന്ന് പറയണില്ല എന്നൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ട്. ഈ പേഴ്സണിൻ്റെ ഫീലിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് Ace of Cups ആണ്. ഈ പേഴ്സൺ ആക്ച്വലി അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു പുതിയ തുടക്കം വേണം, ഒരു ലവ് റിലേഷൻഷിപ്പ്, ഒരു പുതിയ ബിഗിനിങ് അവർക്ക് വേണം എന്നുണ്ട്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, ലവ് ഉണ്ട്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഡെവിലാണ്. അപ്പം നിങ്ങളുടെ ഇൻറ്റൻഷനിൽ ഞാൻ കാണുമ്പോൾ കുറച്ച് ഒരു ഒബ്സെഷൻ്റെ എനർജി ഉണ്ട്, ഒരു ഹേർട്ട്, ഒരു ദേഷ്യം, ഒരു ആങ്കർ എനർജി, ഒരു എന്താ പറയുക, ഒരു ഡേഞ്ചറസ് എനർജിയാണ് ഇത്. ഓക്കെ, എന്താ വെച്ചാൽ എവിടെയോ നിങ്ങൾ ഇമ്പൾസീവായി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ഈ ദേഷ്യം കാരണം. പക്ഷെ അതിലും നിങ്ങൾക്ക് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ കാര്യങ്ങൾ മുഴുവൻ അറിയാണ്ട് നിങ്ങളൊന്നും റിയാക്ട് ചെയ്യരുത്. ഇവിടെ 10 of Pentaclesഉം കാണാണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ, ഫ്യൂച്ചറിൽ നിങ്ങൾ ആക്ച്വലി ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ ആയിരുന്നു പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ തകർക്കണം എന്നില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് മാരേജ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഒരു എനർജി ഉണ്ട്. അത് മാത്രമല്ല ഈ സിറ്റുവേഷൻ ഒരു അൺഹെൽതി സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഇവിടെ ഒരു കുട്ടിയുടെ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളും ഉണ്ടാവാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യണം എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ഇൻറ്റൻഷൻ. പക്ഷേ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എംപ്രസ് ആണ്. ഓക്കെ, അപ്പോൾ എംപ്രസ് ആദ്യം ഒരു പ്രഗ്നൻറ്റ് എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ പ്രഗ്നൻറ്റ് ആവാം, അതെന്ന് വെച്ചാൽ അവരുടെയും കുട്ടികളും ഉണ്ടാവാം. അപ്പം നിങ്ങൾ രണ്ടാളും മാരീഡ് അല്ല വെച്ചാൽ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ മുകളിൽ ട്രസ്റ്റ് ഇല്ല. ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത് അവർക്ക് ഈ സിറ്റുവേഷനിൽ മുമ്പോട്ട് പോകണം എന്നുണ്ട്. പക്ഷേ
ഇപ്പോൾ തൽക്കാലം അവർ ഈ സിറ്റുവേഷനിൽ ഒരു സ്റ്റേബിലിറ്റി അവർക്ക് കാണാനില്ല. പക്ഷെ അവരുടെ മനസ്സിൽ എന്താ വെച്ചാൽ ഈ സിറ്റുവേഷൻ ഫ്യൂച്ചറിൽ ശരിയാവും എന്നാണ് അവരുടെ മനസ്സിൽ. അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനാണ് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതെല്ലാം ശരിയാവും, ഇപ്പോൾ കുറച്ച് സമയം നമ്മൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്താൽ എല്ലാം കാര്യങ്ങൾ ഓക്കെ ആവും എന്ന്. അപ്പം നിങ്ങളുടെ ആക്ഷൻ നൈറ്റ് ഓഫ് വോൺസ് ആണ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു സ്ഥിരത ഇല്ല. ഒരു പറഞ്ഞാൽ ചില സമയത്ത് നിങ്ങൾ ഓക്കെ ആയിരിക്കും, പിന്നെ ഒരു ദേഷ്യം വരും, ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും, വിഷമം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ കാണുന്നത് ആക്ഷൻ നിങ്ങൾ എടുക്കുന്നത് ഒരു സ്റ്റേബിൾ ആക്ഷൻ അല്ല. ഓക്കെ, ഇടയ്ക്ക് അവരെ കോൺടാക്ട് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണ്ട എന്നൊരു ഫീലിംഗ് വരും. അവരെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതുണ്ടായാലും എവിടെയോ ഞാൻ പറഞ്ഞ മാതിരി ഒരു സിറ്റുവേഷൻ ശരിയല്ലാത്ത മാതിരി നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട്. ചില സമയത്ത് നിങ്ങൾ ഹാപ്പി അല്ല, ചില സമയത്ത് ഈ സിറ്റുവേഷനെ വിട്ടു പോകണോ നിങ്ങൾക്ക് ഫീലിംഗ് വരും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തിലൊരു സ്റ്റെബിലിറ്റി ഇല്ല. പക്ഷേ ഈ പേഴ്സൺ അവരുടെ ആക്ഷൻ ഞാൻ കാണുമ്പോൾ സണ്ണാണ്. അവർ കുറേ ക്ലിയർ ആണ്. അവർക്ക് മനസ്സിൽ അവർക്ക് നിങ്ങളുടെ കൂടെ കണ്ടിന്യൂ ചെയ്യണം, ഇവിടെ റീകൺസൈൽ ചെയ്യണം. പക്ഷെ അവർ അതൊക്കെ നിങ്ങളോട് പറയുണ്ടാവില്ല. കുറേ കാര്യങ്ങൾ അവർ മനസ്സിൽ തന്നെയാണ് വെക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സിൽ അവർ ക്ലിയർ ആണ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഇവിടെ ഔട്ട്കം നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇതൊരു റൊമാൻറ്റിക് എനർജി ആണ് ഞാൻ ഇവിടെ കാണുന്നത്. ചില ചാലഞ്ചസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. പക്ഷേ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരു സമയം വരും. എന്താ വെച്ചാൽ ക്വീൻ ഓഫ് സോർഡ്സ് ക്ലാരിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ രണ്ടാൾക്കും ക്ലാരിറ്റി ഇല്ല വെച്ചാൽ അത് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് നിങ്ങൾ രണ്ടാളും സംസാരിച്ച് കാര്യങ്ങൾ തുറന്ന് കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. ഇവിടെ പറഞ്ഞ ഒരു കോൺവെർസേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷേ ഇവിടെ പേടി എന്താ വെച്ചാൽ ഇപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് നിങ്ങൾ രണ്ടാൾക്കും അറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ കോൺവെർസേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോവാന്ന് നമ്മൾക്ക് ഇപ്പോൾ അത് നെക്സ്റ്റ് മന്ത് നോക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ കാണുന്ന എനർജി, അങ്ങനത്തെയാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൺ പറയാൻ നോക്കുന്നത് എന്താ വെച്ചാൽ ഐ വിഷ് ഐ ഹാഡ് ട്രീറ്റഡ് യു ബെറ്റർ. അപ്പോൾ അവർക്കും റിഗ്രറ്റ്സ് ഉണ്ട്. ഇവിടെ ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആയി എന്ന് അവർക്കൊരു റിഗ്രറ്റ് ഉണ്ട്. ഐ റീപ്ലേ ആർ കോൺവെർസേഷൻസ് ഓവർ ആൻഡ് ഓവർ. കഴിഞ്ഞ കാര്യങ്ങൾ ആദ്യം അവർ തിരിച്ച് ഇങ്ങനെ റീപ്ലേ ചെയ്യണം അവരുടെ മനസ്സിൽ. ഐ എം സ്റ്റാർട്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് അവർ കണക്ഷൻ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാൻ ഇവിടെ കാണുന്ന സൈൻസ് ജെമിനൈ ഉണ്ട്, ലിയോ ഉണ്ട്, അക്വേറിയസ്, ലീബ്ര, ജെമിനൈ കുറേ കാണാണ്ട്, ആൻഡ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്. ഇതാണ് ആക്ച്വലി എയർ സൈൻസ് ആണ് കൂടുതൽ കാണുന്നത്. ക്യാൻസർ ഉണ്ട്, പൈസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.